നമ്മുടെ വീട്ടിലൊക്കെ ഓണസദ്യക്ക് നല്ലൊരു അടിപൊളി വറുത്തടിച്ച സാമ്പാർ ഉണ്ടാക്കും കേട്ടോ. അതിന് നല്ല അന്യായ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ ഈ ഒരു അരവ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ എളുപ്പമായിട്ട് ഈ സാധനം ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണയിലോട്ട് ഒരു കഷ്ണം കായ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലോട്ടിട്ട് കൊടുക്കുന്ന ഉലുവയാണ്. അതിനുശേഷം അതിലോട്ട് കുറച്ച് സാമ്പാർ പരിപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലോട്ട് ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 3 ചെറിയുള്ളി, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് അത് കളർ ഏകദേശം ഇതേപോലെ ആകുമ്പോൾ അതിലോട്ട് ഒരു അരമുറി നാളികേരം ഇട്ട് കൊടുക്കാം. ആ നാളികേരം നല്ലപോലെ ഒന്ന് ഇളക്കി ആ കളറൊന്ന് മാറ്റിയെടുക്കണം. ഏകദേശം ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരും. ഇപ്പോൾ നമ്മുടെ എല്ലാം കൂടി കളറെല്ലാം മാറി ഇത് ഏകദേശം ഈ ഒരു കളർ. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇതിങ്ങനെ ഇളക്കി കൊടുക്കാൻ. ഇനി ഈ സംഭവം മിക്സിയിലിട്ട് നല്ലപോലെ പേസ്റ്റായിട്ടൊന്ന് അടിച്ചെടുക്കണം, കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ച്. എന്നിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് നമുക്ക് പരിപ്പ് വയ്ക്കണം കേട്ടോ. അതിനായിട്ട് പരിപ്പും, നമ്മളിവിടെ സാമ്പാർ പരിപ്പാണ് എടുക്കുന്നത്. ഞാൻ അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, ആവശ്യത്തിന് വെള്ളം. എന്നിട്ടത് കുക്കറിലിട്ട് ഏകദേശം 2 വിസിൽ നമുക്ക് അടിച്ചെടുക്കാം. അതൊന്ന് ഉടഞ്ഞ പോലെ കിട്ടണം. ഇപ്പോൾ നമ്മളെ പരിപ്പ് നല്ലപോലെ വെന്ത് വന്നു. ഇനി അടുപ്പ് പറഞ്ഞാൽ അതിലോട്ടൊരു 3 സവാള ഇട്ട് കൊടുക്കണം. നമ്മൾ ഇതേപോലെ അരിഞ്ഞാണ് സവാള ഇട്ട് കൊടുക്കുന്നത്. അടുത്തായിട്ട് ക്യാരറ്റ് ഇതേപോലെ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. പിന്നെ ഉരുളക്കിഴങ്ങ്, അടുത്തായിട്ട് മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കാം. അത് ഇതേപോലെ അരിഞ്ഞാണ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ തക്കാളി, ഏകദേശം ഒരു 3 തക്കാളി എടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ വെള്ളം കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം, ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കത് അടച്ചിട്ട് ഒന്നുകൂടി വേവിക്കാം. പച്ചക്കറിയൊക്കെ നല്ലപോലെ ഒന്ന് വേവണം. ഇനി തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ പച്ചക്കറിയൊക്കെ ഇപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അടുത്ത ഇതിലോട്ട് കുറച്ച് വാളംപുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ആദ്യം അടിച്ച് വെച്ചിരുന്ന എല്ലാം കൂടി ഇതിൽ മിക്സിയിൽ അടിച്ചെടുത്താണ്, ആദ്യം നമ്മൾ വറുത്ത് അടിച്ചെടുത്താണ് അതിലൊഴിച്ചു കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തായിട്ട് തന്നെ നല്ലപോലെ ഒന്ന് തിളയ്ക്കാൻ വിടണം കേട്ടോ. പിന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം, കാരണം ഇത് ഭയങ്കര കട്ടിയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് തിളയ്ക്കാൻ വിടാം. അപ്പോൾ നമ്മളെ സാമ്പാർ നല്ലപോലെ തിളച്ച് വന്നു കേട്ടോ. മസാല എല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. പട്ടിപ്പൊളി നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ അതിലോട്ട് വറുത്തിടണം. അതിനകത്ത് കുറച്ച് കടുക്, വെളിച്ചെണ്ണ നിങ്ങൾക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വറുത്തിടാം. അങ്ങനെ നമ്മുടെ അടിപൊളി സാമ്പാർ റെഡി ആയിട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ പരിപാടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഇഡ്ഡലിയും ദോശേൻ്റെ ഒക്കെ ഇപ്പോൾ കിടലാണ്, ചോറിൻ്റെ ഒപ്പം പിന്നെ പറയാം. ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക.